ഹായ് ഓൾ, ട്രാവൽ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി വന്നതാണ്. ഞാൻ തന്നെയുള്ളൂ, ഷെറിൻ കൂടെയില്ല, ഷെറിൻ വീട്ടിലാണ്. തംബ്നെയിലിൽ കണ്ട പോലെ ഏത്തറിൻ്റെ റിസ്ത എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആണ്. 2.9 കിലോവാട്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് എങ്ങും അവൈലബിൾ അല്ല. 10 കിലോമീറ്റേഴ്സിലും 16-15 കിലോമീറ്റേഴ്സിലൊക്കെ 2-3 ഷോറൂം ഉണ്ട്. അവിടെ ഒന്നും അവൈലബിൾ അല്ല. പെട്ടെന്നൊന്ന് ഇന്നലെ കാര്യങ്ങൾ തീരുമാനിച്ച് ബുക്ക് ചെയ്ത് ഫോൺ വഴി തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഹൈടെക് സിറ്റി മെട്രോ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ്, ഒരു 500 മീറ്റർ അപ്പുറത്താണ് ഈ ഒരു ഷോറൂം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഏതായാലും ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. കുറച്ച് പേപ്പർ വർക്ക്സും കൂടി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ വണ്ടിയെക്കുറിച്ചുള്ള വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും അവർ. పెట్టుకున్న తర్వాత స్విచ్ ఆన్ చేసిన మీరు ఛార్జ్ పెట్టినప్పుడు ఫస్ట్ కీ ఆన్ చేయాలి. కీ ఆన్ చేసి కోడ్ చూసుకోవాలి, ఇలా పైప్ చూసుకోవాలి, పుష్ చేయాలి. పుష్ చేస్తే అన్ని కీ ఆఫ్ అని చూపిస్తుంది ఇక్కడ. కీ ఆఫ్ చేసినట్టు లాక్ అయిపోతుంది, చార్జ్ అవుతుంది, స్టార్ట్ మీరు హ్యాండిల్ లాక్ చేసుకొని తీసేసుకోవచ్చు. ఇంకా ఇది లాక్ అయిపోయింది రాదు, ఇట్లా ఛార్జింగ్ పర్సెంట్ ఇలా చూపిస్తుంది. మీరు ఇప్పుడు లాగిన రాదు. బ్యాటరీ పర్సంటేజ్ అండ్ మీకు ఓడామీటర్, ఇక్కడ ఓడామీటర్ చూపిస్తుంది. వితౌట్ ప్రోపాక్. సో మీకు ఇట్లా బ్యాటరీ పర్సంటేజ్ అండ్ ఓడామీటర్ మనం పోయేటప్పుడు స్పీడ్ చూపిస్తుంది. మనం పోయే స్పీడ్ బ్యాటరీ రేంజ్ వస్తుంది. ఎనీథింగ్ నో ఫ్యూచర్స్, ఏం ఫ్యూచర్స్ అంటే ఏమి ఉండదు. సో మీరు పోయే స్పీడ్ మీరు డిపెండ్ యువర్ రైడింగ్, మీ యాక్షన్ మీద డిపెండ్ అయి ఉంటుంది. ఏం చూపించాలి. బ్యాటరీ పర్సంటేజ్ ఇట్లా పాయింట్స్ లో చూపిస్తుంది. మీరు పోయేటప్పుడు స్పీడ్ ఇక్కడ చూపిస్తుంది. అండ్ ఓడామీటర్ అంతే, ఇంకేం ఉండదు. పోయే స్పీడ్ మోడ్ కూడా రాదా? ఏది ఉండదు. ఎనీథింగ్ నో ఫీచర్స్. అండ్ మీకు బ్యాటరీ వారంటీ కూడా 3 years 30,000 kilometers ఉంటుంది. వెహికల్ అండ్ మోటార్ వారంటీ 3 years 30,000 kilometers ఉంటుంది. టోటల్ 3 years 30,000 kilometers ఉంటుంది. ఓకే, 3 years or 30,000. మీరు ఎవ్రీ 5,000 kilometers ఒకసారి సర్వీస్ ఉంటుంది. ఓకే, జనరల్ ఎంక్వైరీ చెకప్ చేసుకోవాలి. మీరు మీకు నాగల్లో ఉంటుంది. ఓకే, 5,000కి ఎవ్రీ 5,000 kilometers ఒకసారి. ఓకే, ఫైన్. ఇతర గ్రిడ్ స్టేషన్స్ వచ్చి సిటీలో వచ్చి 55 స్టేషన్స్ ఉంటాయి. ఓకే, 60 స్టేషన్స్ ఉన్నాయి. అక్కడ మీరు ఒక 1 hour పెట్టుకుంటే మీకు 0 to 80 అవుతుంది. ఒక 10 నిమిషాలు పెట్టుకో 15 kilometers వచ్చి నిమిషానికి వచ్చి 1 minute 1 rupee ప్లస్ 18% GST పడుతుంది. ఓకే ఓకే, యా, ఇది మన వెహికల్. ఓకే ఓకే, వెహికల్ చూసి ఓకే. థ్యాంక్ యూ సాయి. వైట్ കളറാ? അങ്ങനെ ഞാൻ മൈത്രിവനം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി, അമീർപേട്ട്. ഭയങ്കര ബ്ലോക്കായിരുന്നു. പീക്ക് ടൈമിലായിരുന്നു വണ്ടി എടുത്ത് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഈ വണ്ടി പ്രോപാക്ക് ഇല്ലാത്ത വണ്ടിയാണ്. അതായത് നമുക്ക് മാപ്പോ ഒന്നും നോക്കാൻ പറ്റത്തില്ല. ഗൂഗിൾ മാപ്സ് ഒന്നും, മറ്റേ വണ്ടിക്കകത്തൊക്കെ ആണെങ്കിൽ ഗൂഗിൾ മാപ്സ് വെക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഗൂഗിൾ മാപ്പൊന്നും ഇതിനകത്ത് വേറെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാധാരണ ആക്റ്റീവയൊക്കെ പോലെ തന്നെ. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വന്നതാണ്. മൈത്രിവനം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഫോണിൻ്റെ ആക്സസറീസ് കിട്ടുന്ന സ്ഥലം. അപ്പം നമുക്കൊരു മൊബൈൽ മൗണ്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ जस्ट നിർത്തിയത് ഈ വഴിക്ക് ആയതുകൊണ്ടൊന്ന് നിർത്തി. ये ब्लैक वाला मिलेगा भाई साहब, ब्लैक वाला मिलेगा. हाँ
जो डेडलाइन एक्स का बैक कवर बता दें। ब्लैक कलर है, ओके। ये तो आ जाएगा एथर पे, आ जाएगा एथर गाड़ी में। मिरर है वो तो, मगर ये फिक्स होगा कि नहीं। ഓക്കെ, അപ്പോൾ ഏത്തറിന് വെക്കാൻ പറ്റിയ സാധനമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ അത് ഞാൻ മിറർ വെച്ച് നോക്കിയപ്പോൾ അത് വർക്കിംഗ് ആണ്, നമുക്ക് വില കുറഞ്ഞും കിട്ടി. മൊബൈൽ മൗണ്ട് സെറ്റാക്കി, ഏതായാലും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഫിക്സായി, കറക്റ്റ് കളറിലും കിട്ടി, ബ്ലാക്കിലും കിട്ടി. ഏതായാലും നമ്മളത് ഫിക്സ് ചെയ്തു. ഇനി യാത്ര തുടരാം. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും വീട്ടിലെത്താനായിട്ട്. അങ്ങനെ ഏതായാലും 30 കിലോമീറ്റർ വണ്ടി ഓടിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തെന്നൊക്കെ ഉള്ളൂ, ഓടിച്ച് നോക്കിയതല്ലാതെ ഇങ്ങനെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കണ്ണ് മൊത്തം ചാർജ് കാണിക്കുന്ന പോയിന്റിലേക്കാണ്. എപ്പോൾ വണ്ടി ചാർജ് തീരും എന്നുള്ളൊരു പേടിയായിരുന്നു. ഏതായാലും ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ അല്ല. ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ച് നോക്കിയിട്ട്, വണ്ടി ഉപയോഗിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, ഞാൻ വിചാരിച്ച പോലെ അല്ല, ഇതിന് മോഡ്സ് ഒന്നുമില്ല. ഞാൻ വിചാരിച്ച് ഓലയ്ക്ക്, ചേട്ടൻ ഓല യൂസ് ചെയ്യുന്നുണ്ട്, ഓലയുടെ വളരെ ബേസ് മോഡൽ സെയിം ലെവലിലുള്ളത്. പക്ഷെ അതിന് മോഡുണ്ട്, പലതരത്തിലുള്ള മോഡ് നമുക്ക് ചേഞ്ച് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനങ്ങനെ മോഡ് മാറ്റാൻ പറ്റത്തില്ല, ഒറ്റ മോഡിൽ തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഏതായാലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. ഏതായാലും റൈഡിങ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്, എത്രയാണെന്ന് പറഞ്ഞാലും നല്ല പവറാണ് വണ്ടിക്ക്. നല്ല, അതെല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഫീൽ ചെയ്തു. നല്ലൊരു പവർ തന്നെയാണ്. സിറ്റിക്കകത്ത് തന്നെ ഗിയറൊന്നും മാറ്റണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെ നല്ലതാണ്. 1.17 1,17,000. അതെ, ഓക്കെ. പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കുമോ വണ്ടി വരുമ്പം എത്ര രൂപയായി വണ്ടിക്ക്. ഇപ്പോൾ ഒരു 3-4 പേര് എന്നോട് ചോദിച്ചു വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നപ്പം. ഏതായാലും ടൗൺഷിപ്പ് അടുത്തു, ടൗൺഷിപ്പിലേക്ക് കയറുവാണ്. ഏകദേശം 50% ചാർജ് ഇപ്പോഴും വണ്ടിക്കകത്തുണ്ട്. ഏകദേശം 40 കിലോമീറ്റർ ഓടി. അതുമല്ല, ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഓടിച്ചു, ഒരു 70-80 അടുത്ത് കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു നല്ല വഴിയിൽ. പക്ഷേ നല്ല കംഫർട്ടബിളാണ്, നല്ല പുള്ളിങ്ങുമാണ് വണ്ടിക്ക്, നല്ല പവറാണ്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ അല്ല. ഞാൻ ജസ്റ്റ് വണ്ടി എടുക്കുന്നതും അതുമല്ല, ഹറിബറി ആയിരുന്നു. ഇങ്ങനൊരു പ്ലാൻ തന്നെ ഇന്നലെ വന്നത്. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് ഇന്ന് തന്നെ വന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പോയി എടുത്തതാണ്, അത് പർച്ചേസ് ആയിരുന്നു ഇത്. ഏതായാലും ഞാൻ നേരത്തെ തന്നെ ഈ വണ്ടിയെക്കുറിച്ചൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കറിയായിരുന്നു വണ്ടി നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ഉടനെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. കുറച്ച് ഓടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ കുറവുകളും അതുപോലെ തന്നെ പ്ലസ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ഇടുന്നതായിരിക്കും.